വോട്ട് പെട്ടിയിലാണ്. അതെ. പിന്നെ എന്തിനാണ് ഈ ഫൂളിഷായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആര് പറഞ്ഞു UDF അധികാരത്തിൽ വരുമെന്ന്? ശരി, അവർ വിശ്വസിക്കുന്നു, ശരി. പക്ഷേ അതിൻ്റെ കോൺസിക്വൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അവരെടുക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്യരുത്. മെയ് 4 വരെ കാത്തിരുന്നിട്ട് നിങ്ങൾക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ശരി, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മാത്രമല്ല, അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരികയും ചെയ്യും. അതെ, പൊളിറ്റിക്സിൻ്റെ ഡൈനമിക്സ് അങ്ങനെയാണല്ലോ. അതെ അതെ. അതുവരെ പറഞ്ഞതൊക്കെ മാറും. ഇപ്പം ഞാൻ പറയട്ടെ, UDF എല്ലാവരും കൂടി ചേർന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങ് തീരുമാനിക്കുന്നു. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ മനുഷ്യൻ ഒരു 150 വോട്ടിന് തോറ്റുപോകുന്നു. എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം തകിടം മറിയും. എന്നുവെച്ചാൽ ഇന്ത്യൻ വോട്ടർ ഉണ്ടല്ലോ, ലോകത്തിൽ ഇത്രയധികം അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു ജനത നിങ്ങൾക്ക് വേറെ കാണാൻ സാധ്യമല്ല. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് പ്രവചിക്കാം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പാകിസ്ഥാൻ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും. പാകിസ്ഥാനിൽ പിന്നെ ജയിച്ച ആൾ ഭരിക്കണമെന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. അതെ. അപ്പോൾ ബാക്കി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇന്ത്യൻ വോട്ടർമാരുടെ സ്വഭാവം പ്രവചിക്കാൻ പറ്റില്ല. പരമയോഗ്യന്മാരെ ചുമ്മാ അങ്ങ് തോൽപ്പിക്കും. പരമ തെമ്മാടികളെ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കും. ചിലപ്പോൾ വളരെ നല്ല മനുഷ്യർക്ക് വളരെ വലിയ ചാൻസ് കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്ന വിചിത്ര സ്വഭാവക്കാരാണ് ഇന്ത്യൻ വോട്ടർമാർ. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ വോട്ടർമാർ. കേരളം വ്യത്യസ്തമാണ് ഒന്നുമല്ല. കേരളം വ്യത്യസ്തമൊന്നുമല്ല. കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നില്ല, അതുകൊണ്ട് വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. BJP അധികാരത്തിൽ വരാത്തത് ഈ പറഞ്ഞ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് കേരളത്തിൽ. ഇങ്ങനത്തെ ഒരു ഡെമോഗ്രഫി മറ്റൊരു സംസ്ഥാനത്തും കാണാനില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വേറൊരു ഡൈനമിക്സാണ്. പക്ഷേ ഇവിടെയൊക്കെ വോട്ടർമാർ വ്യത്യസ്തരാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഭാരതത്തിലെ വോട്ടർമാരെല്ലാം ഒരേപോലെ ഋജുബുദ്ധിയുള്ളവരാണ്, ഒരേപോലെ ഭ്രാന്തന്മാരുമാണ്. ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ഇപ്പോൾ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുക, ഇതുപോലത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അതൊക്കെ അപഹാസ്യമായിട്ട് കലാശിച്ചു എന്ന് വരും. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഒരു ഇഷ്യൂലെസ് തെരഞ്ഞെടുപ്പാണ്, ഒരു പ്രശ്നാധിഷ്ഠിത തെരഞ്ഞെടുപ്പല്ല. അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷങ്ങൾക്കാണ്, ഭരണകക്ഷിക്കല്ല. പ്രതിപക്ഷങ്ങൾക്ക് വേണമെങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ അഴിമതി, ഈ ഒറ്റ പോയിന്റിൽ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ അനുബന്ധ DYFI, SFI തുടങ്ങിയവരുടെ ഗുണ്ടാപ്പണി, ഇതൊക്കെ ചേർത്തിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഒറ്റ പോയിന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. ഒരു യെസ് ഓർ നോ ചോദ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിണറായി വിജയന് നോ പറയും ജനം. പണ്ട് ശബരിമല കാര്യത്തിൽ സംഭവിച്ചതാണ് 2019. ശബരിമല ഒറ്റ വിഷയമായിരുന്നു. ശബരിമലയിൽ ബലം പ്രയോഗിച്ച് യുവതികളെ പ്രവേശിപ്പിച്ചു. അത് ശരിയോ തെറ്റോ? ഈ ചോദ്യമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എല്ലാവരും കൂടി ചേർന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. CPM ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയി. നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് ഒരു സിംഗിൾ ആളും വേണം. പ്രതിപക്ഷത്ത് നോക്കൂ, ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും UDF. അവരുടെ നേതാവാരാ? അങ്ങനെ ഒരാളില്ല. എല്ലാവരും നേതാക്കളാണ്. ആ സിറ്റുവേഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ര നല്ല ഒരു മെസ്സേജ് അല്ല. പൊതുവേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ നോക്കുക, ഒരു നേതാവുണ്ടാവും. UP-യിൽ യോഗി ആദിത്യനാഥ്, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ, ബംഗാളിൽ മമതാ ബാനർജി. ബംഗാളിൽ ഇതുപോലെ BJP വിഷമിക്കുന്നുണ്ട്. മമതാ ബാനർജിയാണ് അപ്പുറത്ത് നേതാവ്. ഇപ്പുറത്ത് ആരാ നേതാവ് എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉത്തരമില്ല. അപ്പോൾ ഈ കൃത്യമായ ഉത്തരമില്ലാത്ത സ്ഥലത്ത് ജനങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബംഗാളിൽ അവർ സർവേ നടത്തിയപ്പോൾ
TMC നേരിയ ഇതിൽ TMCക്ക് ഭരണം നഷ്ടപ്പെടും എന്ന് വരുന്ന ഒരു ചാനൽ നടത്തിയ സർവേയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഓവർവെൽമിംഗ് ആയിട്ട് 46% പേര് മമതാ ബാനർജി. അതായത് TMC തോൽക്കുകയും വേണം, മമത മുഖ്യമന്ത്രിയാവുകയും വേണം. ഇങ്ങനെ റിസൾട്ട് വരും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മമതയ്ക്ക് ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനില്ല. ഓക്കെ. രാഷ്ട്രീയം വ്യക്തിയധിഷ്ഠിതമല്ല എന്നൊക്കെ ഡയലോഗ് അടിക്കാം എന്നുള്ളതല്ലാതെ വ്യാപകമായിട്ട് ഭാരതത്തിൽ മാത്രമല്ല ലോകം മൊത്തം ശക്തനായ ഒരു മനുഷ്യനെ, ഭരണാധികാരിയെ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ്. അതെ അതെ. ആ കാലഘട്ടം മോശമാണ് നല്ലതാണെന്നൊക്കെ നമുക്ക് തർക്കിക്കാം, പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത്, പുടിൻ ഉറയ്ക്കുന്നത്, ഷീ ജിൻപിങ് ഉറയ്ക്കുന്നത്, നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദിക്ക് നോക്കൂ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല, പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തനാണെന്ന് നരേന്ദ്രമോദി ഇപ്പോൾ, ഇല്ലേ? കറക്റ്റ്. അതെ. അങ്ങനെ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത് എന്ന് ഘടകകക്ഷികൾ പോലും മറന്നിരിക്കുന്നു. അപ്രമാദിത്വം അതിഭയങ്കരമായിരിക്കും. ഇതേ ഒരു മാനസികാവസ്ഥയുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത് വന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ എന്നുള്ള ബിംബത്തെ തകർക്കാൻ കോൺഗ്രസ്, UDF അല്ലെങ്കിൽ BJP ഒരാളിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ആൾ ഇതിന് പകരം വയ്ക്കാൻ പറ്റും, പിണറായി വിജയന് ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് എണ്ണിപ്പറഞ്ഞ് ആവർത്തിച്ച് ആ പോയിന്റിൽ തന്നെ ഒരാണി നമുക്ക് തറയ്ക്കണമെങ്കിൽ ഒരേ പോയിന്റിലേക്ക് ആണിയുടെ കൊടയിലേക്ക് നിരന്തരം അടിക്കണം, അപ്പോഴേ ആണി കയറുള്ളൂ. അല്ലാതെ ഒരടി കുടയിലും ഒരടി പലകയിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആണി കയറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസ്സിന് ഇതുവരെ നോക്കൂ, കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി, ഇങ്ങനെ എടുത്തു പറയാൻ ഒരു നേതാവുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് UDFന് വലിയൊരു സെറ്റ് ബാക്കാണ്. BJP അവരുടെ അത്യധ്വാനം കൊണ്ടും അവരുടെ അൺടച്ചബിലിറ്റി കുറേ അധികം മാറിയതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നിരിക്കും. ബട്ട് അവർ ഈ പറയുന്ന പോലെ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളരുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഞാൻ പൊതുവേ ഈ പെട്ടിയിലിരിക്കുന്ന വോട്ടിനെ ചൊല്ലി സ്പെക്കുലേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ സ്പെക്കുലേഷനും വെറുതെ നമ്മൾ ഓരോ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് നറുക്കെടുത്ത് നോക്കിയാലും ഏകദേശം ഒരേ റിസൾട്ട് വരും. നറുക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. കേരളത്തിൽ ഇപ്പോൾ UDFന് എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും, 100 കിട്ടില്ല എന്നങ്ങ് തീരുമാനിക്കുക നമ്മളുടെ ഒരു കോമൺ സെൻസ്. അപ്പോൾ 99, ഈ 99 താഴെയുള്ള ഫിഗേഴ്സ് നമുക്ക് നറുക്കിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ റിസൾട്ടൊക്കെ വരും. ഈ സർവേയിൽ TV-കാരുടെ സർവേയിൽ വന്ന റിസൾട്ടൊക്കെ വരും. അതിൽ കുറേ ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്പെക്കുലേഷനിൽ അർത്ഥമില്ല. ഞാൻ ഒരാൾ ജയിക്കും എന്ന് പറയുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് ലിയോയ്ക്ക് അയാൾ തോൽക്കുമെന്നും പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ എന്ത് കഥയാണുള്ളത്? അപ്പോൾ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വേറൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ലാതെ ഒരു സീരിയസ് മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വരും എന്ന് ഞാൻ കരുതുന്നില്ല.